വിക്രമ ഞാൻ വന്ന്. വിക്രമ വിക്രം വിക്രമനെ കണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്. ഏത്? ഞങ്ങൾ അപ്പുറത്തെ ഫ്ലോറിലൊരു പ്രോഗ്രാം വന്നാണേ. കൂടെ വന്ന ആളാണോ? കൂടെ വന്ന ആളാണ് വിക്രമൻ. ഇച്ചിരി കനമുള്ളേ. ഇങ്ങോട്ട് വന്നായിരുന്നു. നിങ്ങൾ ആരാ? മനസ്സിലായില്ല. ഏ മനസ്സിലായില്ല. ഞാനോ? ആ, കൊല്ലം ജില്ലാ കളക്ടർ. കൊല്ലം ഒരാളെ കണ്ടറിഞ്ഞൂടെ ഇത് ഊതിക്കൊണ്ട് വരുമ്പോ പാമ്പാട്ടിയാണെന്ന് അറിഞ്ഞൂടെ? എന്താ പേരെന്താ? എന്റെ പേരാ ആ. സർപ്പേഷ് കുമാർ. സർപ്പേഷ് കുമാർ. വീട് എവിടെ? കൊല്ലം. കൊല്ലം. മിക്ക പാമ്പാട്ടികളുടെയും വീട് കൊല്ലത്താണ് അല്ലേ? ശരിയാണ്. ആ, ഏകദേശം അത്യാവശ്യം പാമ്പാട്ടികളുടെയൊക്കെ വീട് കൊല്ലത്താണ്. ബാക്കി കുറെ പേര് അങ്ങ് പരലോകത്താണ്. ക്രമൻ ക്രമൻ നമസ്കാരം. നമസ്കാരം. നാഗമാണിക്യം കണ്ടിട്ടുണ്ടോ? ആ, ഞാൻ രാജമാണിക്യം കണ്ടിട്ടുണ്ട് 2 പ്രാവശ്യം. ഞാനും കണ്ടിട്ടുണ്ട്. ആരടാ ചോദിക്കാൻ വന്ന? കാണണോ രാജമാണിക്യം? എന്ത് രാജമാണിക്കോ? തൊട്ട് നോക്കിയേ. ഇതിനകത്തുണ്ടോ? ആ ശരിക്കും? ചുമ്മാ തൊട്ടാ മതി? ആ. ഇത് അനങ്ങണ്ടല്ലോ. പിന്നെ പാമ്പിന്റെ തലയിൽ തൊട്ടാ പിന്നെ അത് അനങ്ങും. പാമ്പിന്റെ തലയിലാണ് നാഗമാണിക്യം. ഇതിനകത്ത് പാമ്പുണ്ടോ അപ്പൊ? അയ്യോ, കണ്ട അവനെ ഉണർത്തി. തന്നെ മുത്താണ് ഈ കിടക്കണേ. നീ ഇന്നെ ഉറക്കണമല്ലോ ഇത്. ആ പാമ്പിനെ ഉറക്കുന്ന പാമ്പേ വാവാവോ എന്റെ മുത്തേ വാവാവോ. പാമ്പേ വാവാവോ എന്റെ മുത്തേ വാവാവോ. നീലക്കൂട്ടിനുള്ളിൽ കിടന്നുറങ്ങൂ വാവാവോ. ഓലക്കൂടിനുള്ളിലിരുന്നുറങ്ങൂ വാവാവോ എന്റെ മുത്തേ വാവാവോ. ഹലോ, ഉറങ്ങിയോ? കേട്ടാ ശല്യപ്പെടുത്തല്ലേ? ആ പറഞ്ഞോ. പാമ്പ് പടം പൊഴിക്കുന്നത് എന്തിനാണ്? ഒരു 100 ദിവസം ഓടണം, മുടക്കിയ കാശ് തിരിച്ചു കിട്ടണം. നമ്മളൊക്കെ പടം പിടിക്കുന്നതിന് വേണ്ടിയില്ലേ? അയ്യോ, പടം പിടിക്കുന്ന കാര്യമല്ല വെച്ച്. പടം പൊഴിക്കുന്നത് എന്തിനാണെന്ന്. പാമ്പ് പടം പൊഴിക്കുന്നത്. ആ, ഒരു ഷർട്ട് എത്ര ദിവസം ഇടും? ഒരു ദിവസം. ആണോ? അതുപോലെ തന്നെ പാമ്പും അതൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു ഇറിറ്റേഷൻ വരും. അത് കളയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം എടുത്ത് പാമ്പ് പടം പൊഴിച്ചുള്ളത്. നമ്മൾ ഷർട്ട് എന്നൊക്കെ പറയുന്നു, ബനിയൻ എന്നൊക്കെ പറയുന്നു, പാമ്പ് പടം. സംശയങ്ങളാണ്, ചോദിക്കാമല്ലോ. പിന്നെ തീർച്ചയായിട്ടും വിചാരിക്കുന്നത് ഈ പാമ്പുകൾ ഇണ ചേരുമ്പോൾ മനുഷ്യൻ കാണുമ്പോൾ പാമ്പിന് ഭയങ്കര ദേഷ്യം വരുമെന്ന് പറയാൻ സത്യമാണോ? നല്ല ചോദ്യം അത്. നല്ല ചോദ്യമല്ലേ? ഞാൻ ഒരു കാര്യം മാന്യമായിട്ട് കൂടെ ചോദിച്ചോട്ടെ. ചോദിക്കും. ഒരു മനുഷ്യന്റെ ആദ്യ രാത്രിക്ക് ഏതെങ്കിലും ഓടിളക്കി നോക്കിക്കഴിഞ്ഞാൽ ആ മനുഷ്യന് സഹിക്കുമോ? അതില്ല. അവനെ ഓടിച്ചിട്ട് അടിക്കും. പാമ്പും അത്രേ ഉള്ളൂ. പാമ്പ് ഓട്ടിച്ചിട്ട് കടിക്കും. ഇതേ ഉള്ളത് തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. വേറെ എനി അതർ ഡൗട്ട്? ഈ വ്യത്യസ്ത രീതിയിലുള്ള ഏതെങ്കിലും പാമ്പിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം പഞ്ചവൻ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ. ഏത് കാട്? പഞ്ചവൻ. അതൊന്നും അറിയില്ല. പിടിക്കാൻ പോണ ഞങ്ങള് വായിച്ചു കേട്ടിട്ടേ ഉള്ളൂ. ആണോ? ഞാനും കേട്ട് വായിച്ചിട്ടേ ഉള്ളൂ. അതായത് ഈ കാട്ടിൽ കൂടെ നടന്നു പോയപ്പോ ഫ്രണ്ടിൽ കിടക്കും ഒരു ഫ്രീക്ക് പാമ്പ്. ഫ്രീക്ക് പാമ്പ്? ആ, ഫ്രീക്ക് പാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാ പാമ്പിന്റെ തല, താടി, വലിയ മുടിവ്, കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് കിടക്കും. അതെങ്ങനാ? താടി മുടിയൊക്കെ ഉള്ളപ്പോ അതൊക്കെ വെറുതെ പറയുന്നതാണ്. താടി മുടി കൂളിംഗ് ഗ്ലാസ് എന്ന് ചുമ്മാ പറയുന്നത്. പാമ്പ്, പാമ്പ്. അതെങ്ങനെ കാണും? ഞാൻ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഏതോ ഒരു ഫ്രീക്കൻ ഈ പാമ്പിനെ കണ്ട് അതുമായിട്ട് സെൽഫി എടുക്കാൻ ചെന്നതാ. പാമ്പ് വിഴുങ്ങി തല മാത്രമേ പുറത്തു വന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ ലോങ്ങിന്ന് നോക്കിയപ്പം വിചാരിച്ചു ഫ്രീക്ക് പാമ്പാണ്. പാമ്പിന്റെ തല ഏതാ, അയാളുടെ തല ഏതാ മനസ്സിലായില്ല. ഒന്നും മനസ്സിലായില്ല, ഒന്നും അറിയാൻ പറ്റിയില്ല. അതാണ് പ്രശ്നം. ഈ വിഷമുള്ള പാമ്പിനെയും വിഷമില്ലാത്ത പാമ്പിനെ എങ്ങനെ തിരിച്ചറിയാം? ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് വിഷമില്ലാത്ത പാമ്പിനെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അതിൽ ചില പ്രത്യേക പാമ്പുകളാണ്. അതായത് ഫോട്ടോ ഇരിക്കുന്ന പാമ്പ് അത് കടിക്കില്ല, വിഷമില്ല. ഫോട്ടോയിലുള്ള പാമ്പിന് വിഷമില്ല. പിന്നെ മുട്ടയ്ക്കകത്തിരിക്കുന്ന പാമ്പ് അതിന് വിഷമില്ല, കടിക്കില്ല. പോരെ? അനക്കോണ്ട കണ്ടാലേ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ നടന്നു പോണ വഴിക്ക് ഒരു പാമ്പ് വഴി കിടക്കുകയാണ്. ഓക്കെ. അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അനങ്ങുവാണെങ്കിൽ അനങ്ങിയില്ലെങ്കിലോ? അനങ്ങിയില്ലെങ്കിൽ അനക്കാണ്ട് അവിടെ നിന്ന് പോയപ്പോരേ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതിന് അനക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ മുകളിലോട്ട് വന്നിട്ട്? ഇല്ല. ഒരു പ്രത്യേകിച്ച് അത്യാവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ അത് അവിടെ അനങ്ങാണ്ട് അത് കടന്നോട്ടെ, നമ്മൾ മിണ്ടാണ്ട് അങ്ങ് പോയാൽ മതി കേട്ടാ. കുടുംബത്തിൽ ജോലി ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഏതാ? കുടുംബത്തിൽ അമ്മാവൻ.
അമ്മ ഉണ്ടോ? നമ്മന്ന് പറഞ്ഞ കീട്ടിലും പാമ്പ് വിദഗ്ധരാണങ്ങേര്. അതെ. ആ പുള്ളി ഒരു ദിവസം വഴി കൂടെ നടന്നു പോയപ്പോ ഫ്രണ്ടിൽ നിൽക്കുക ആര്? ഒരു മുട്ടൻ, ഒരു രാജ്യവെമ്പാല. രാജീവ് വെമ്പായോ? ഗുണ്ടയാണോ? രാജീവെമ്പായോ? പിന്നല്ലേ പറഞ്ഞ രാജ്യവെമ്പാല. 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 രാജവെമ്പാല. രാജവെമ്പാല ഫ്രണ്ടിൽ നിൽക്കുക. പുള്ളിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാൻ പോയ തിരിഞ്ഞോടാന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോ ബാക്കിൽ നിൽക്കുക മൂർഖനും കുടുംബവും. മൂർഖനും കുടുംബവും ബാക്കിൽ നിൽക്കുന്നു, ഫ്രണ്ടിൽ രാജ്യവെമ്പാല നിൽക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളി പെട്ടെന്ന് കൈയിരുന്ന കത്തി എടുത്തിട്ട് കാലിന്റെ ഞരമ്പ് ഒറ്റ മുറിക്കൽ. അതെന്തിന്? പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ വിഷം ഇതുവഴി അങ്ങ് പോയിക്കോളും. ബ്ലഡ് മേലോട്ട് കയറില്ല, ഇതുവഴി അങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബുദ്ധി. ഇത് കണ്ടിട്ടുണ്ടല്ലോ രാജ്യവെമ്പാല ചമ്മി നാറി. ഇനി കടിച്ചിട്ട് കാര്യമില്ലല്ലോ, പുള്ളി ചമ്മി അങ്ങ് പോയി. മൂർഖനൊക്കെ അതിന് മുമ്പേ മൂർഖനും കുടുംബം പോയി ചമ്മിട്ട്. അമ്മാവ ചമ്മി അങ്ങ് മേലോട്ട് പോയി ചത്ത്. അമ്മാവൻ രക്തം മാർന്ന് മേലോട്ട് അങ്ങ് പോയി. വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇതിലും ഭേദം ആ പാമ്പ് കടിക്കുന്നതായിരുന്നു. താനേ കുറെ നേരമായി പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ പാമ്പിനെ പാമ്പെന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കുന്നത്? അദ്ദേഹത്തെ ഞങ്ങളൊക്കെ അത്രത്തോളം ബഹുമാനിച്ചാണ് സംസാരിക്കുന്നത്. ആ പാമ്പിനെ അദ്ദേഹത്തെ അതിഥി എന്ന് വിളിക്കണം. അതിഥി. പാമ്പിനെ അതിഥി എന്ന് വിളിക്കണോ? അത് ശരി. എന്തേ? ഈ അതിഥി കടിച്ചാൽ എന്ത് ചെയ്യും? അതോ ഗതി, അല്ലെങ്കിൽ നിങ്ങളുടെ വിധി. അത്രയും കരുതിയാണ്. വിക്രമ. അതെ, ഈ കുറെ നേരമായാലും വിക്രമ എന്ന് വിളിക്കുന്നത്. ഇത് ആരാണ് ഈ വിക്രമ? അപ്പുറത്തെ ഫ്ലോറിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഇപ്പൊ പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുകയായിരുന്നു, ഇവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ സുഹൃത്താണോ അതോ ഡ്രൈവറോ വല്ലാണോ? എന്റെ പൊന്നെ, എന്റെ സുഹൃത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. മൂർഖം പാമ്പ്. അതിങ്ങോട്ട് ഫ്ലോറിലോട്ട് വന്ന് കയറി. എവിടെ? കുഴപ്പമില്ല, ഞാൻ പോയി കഴിഞ്ഞാലും ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ആരെങ്കിലും അതിന് പിടിച്ച് വെച്ചിരുന്നാ മതി. എവിടെ? ഇത്ര നേരം ഞാൻ ഇവിടുന്ന് പോകാനായിരുന്നല്ലോ നിർബന്ധം. നിങ്ങൾ ആരെങ്കിലും അവർ പിടിച്ചു വെച്ചാൽ മതി. ഇവിടെ ഉള്ള ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കടിക്കാൻ നേരത്തെ നിങ്ങൾക്ക് അറിയാൻ പറ്റൂല. അപ്പൊ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ വന്ന് പിടിച്ചോളാം. വിക്രമാ.